നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചതിന് രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തതൊന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുടിയൊക്കെ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ മുടി വരയ്ക്കുമ്പോൾ നമ്മൾ ആ ഫോട്ടോ ആദ്യം നോക്കുക. ആ ഫോട്ടോയിൽ മുടി എങ്ങോട്ടാണ് ഈരി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർ കുറേ ഹെയർ സ്റ്റൈൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് അതനുസരിച്ച് നമ്മൾ വേണം മുടി വരയ്ക്കാൻ. അപ്പോൾ മുടി വരയ്ക്കാൻ നമ്മൾ ഓരോ ലൈൻസ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഒറ്റയടിക്ക് ഒരു ഷെയ്ഡ് ചെയ്തെടുക്കാതെ ഓരോ ലൈൻസ് ആയിട്ട് വരയ്ക്കുക. എന്നാൽ നമ്മൾ മുടിയുടെ ആ ഒരു രീതി ഈരി വെച്ചേക്കുന്ന ആ രീതിക്ക് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ വരച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്രിഡ് ലൈൻസ് ഇട്ട് വെച്ചിരുന്നല്ലോ. അപ്പോൾ ആ ലൈൻസ് ഇട്ട് വെച്ചിരുന്ന ലൈൻസൊക്കെ നമ്മൾ വരയ്ക്കുന്ന ആ ഭാഗങ്ങൾ വരച്ച് ചെയ്യുമ്പോൾ നമ്മളത് പതുക്കെ മായ്ച്ച് വരിക. നമ്മൾ വരച്ച ഭാഗം മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കൂടെ വരച്ചെടുത്താൽ മതി. അതുപോലെ ഓരോ ഭാഗങ്ങൾ നമ്മൾ മായ്ച്ച് വരിക. ഇപ്പോൾ താടിയുടെ ആ ഭാഗം വരയ്ക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ വരച്ചെടുക്കുക. ഫോട്ടോ നോക്കുക, അവിടെ എങ്ങനെയാണ് ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ആ താടി ലൈൻസ് അതുപോലെ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും നോക്കി വരയ്ക്കാനും കൂടെ ഈ ഒരു ഫോണും ഉള്ളത്. അതുകൊണ്ടാണ് വരയ്ക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കാൻ സാധിക്കാത്തത്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഗ്രിഡ് ലൈനിട്ട് വരയ്ക്കാൻ തുടങ്ങിയാൽ നമുക്ക് ആദ്യമൊന്നും നല്ലപോലെ വരച്ചെടുക്കാൻ സാധിക്കണമെന്നില്ല. നമ്മൾ ഡെയിലി വരച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നല്ലപോലെ വരച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഗ്രിഡ് ലൈനിട്ട് വരച്ച് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.